റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ പത്മശ്രീ പുരസ്കാരങ്ങൾ നേടിയവരെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമായി ഇപ്പോൾ സിബി ചേരുകയാണ്. സിബി, വിശദാംശങ്ങൾ എങ്ങനെ? ഇപ്പോൾ 34 പേരുടെ പട്ടികയാണ് ഈ പത്മശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ 3 പേർ കേരളത്തിൽ നിന്നുള്ളതാണ്. അതായത് തെയ്യം കലാകാരനായ സദൻ ബാലകൃഷ്ണൻ, അതേപോലെ തന്നെ ഈ കഥകളി കലാകാരനായ നാരായണൻ EP, അതേപോലെ തന്നെ സത്യനാരായണ ബലേരി, നെൽകൃഷി കൃഷിക്കാരനായ സത്യനാരായണ ബലേരി, അങ്ങനെ 3 പേരുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് തെയ്യം കലാകാരനായ നാരായണ EP, അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. ഇങ്ങനെ 3 പേരുടെ പേരുകൾ, മൊത്തം 34 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 3 പേരാണ് ഇപ്പോൾ മലയാളികളുള്ളത്. ബാക്കിയുള്ളവരുടെ പട്ടിക ഇനിയും മറ്റ് പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ പട്ടികകൾ കൂടി ഇനി പുറത്തു വരാനുണ്ട്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് സൈനിക തലത്തിൽ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. അതിനുശേഷമായിരുന്നു ഈ പത്മശ്രീ പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. കാസർഗോട്ടെ കർഷകനാണ് ഈ സത്യനാരായണൻ ബലേരി. അദ്ദേഹം നെൽകർഷകൻ കൂടിയാണ്. അദ്ദേഹത്തിനാണ് ഈ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. മറ്റൊന്ന് നാരായണ EP, അദ്ദേഹം തെയ്യം കലാകാരൻ, അദ്ദേഹത്തിനാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. മറ്റൊന്ന് സദനം ബാലകൃഷ്ണൻ, കഥകളി ആചാര്യനാണ്, അദ്ദേഹത്തിനാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അങ്ങനെ 3 മലയാളികൾ ഉൾപ്പെടെ 34 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. തീർച്ചയായും സിബി, 34 പേർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുമ്പോൾ അതിൽ 3 പേർ മലയാളികളാണ് എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളീയർക്ക് ഒരു അഭിമാന നേട്ടം തന്നെയല്ലേ? തീർച്ചയായും മലയാളികളെ സംബന്ധിച്ച് അഭിമാന നേട്ടം തന്നെയാണ്. എന്തായാലും 3 പേർ ഇപ്പോൾ പത്മശ്രീ പുരസ്കാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 34 പേരുടെ പട്ടികയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ നാരായണ EP, അദ്ദേഹം തെയ്യം ട്രഡീഷണൽ കലാകാരൻ കൂടിയാണ്. അദ്ദേഹം തെയ്യം ഫോക്ക് ഡാൻസർ കൂടിയാണ്. കണ്ണൂരിൽ നിന്നുള്ള വ്യക്തിയാണ്, കണ്ണൂർ സ്വദേശിയാണ് ഈ നാരായണ EP. അദ്ദേഹം ഏറ്റവും തലമുതിർന്ന തെയ്യം കലാകാരന്മാരിൽ പ്രധാനിയാണ് EP നാരായണൻ. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഈ ഒരു പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏകദേശം 6 പതിറ്റാണ്ടിലധികമായി അദ്ദേഹം ഇത്തരത്തിൽ ഈ ഒരു കരിയറുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഏകദേശം 300ഓളം പെർഫോമൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 20ഓളം വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം തെയ്യം കളിച്ചുകൊണ്ട് 300ഓളം പെർഫോമൻസ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയും ഈ തെയ്യവും തെയ്യം കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അത് തുടർന്നാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നെൽകർഷകനായ ഇത്തരത്തിൽ സത്യനാരായണ ബലേരി, അദ്ദേഹത്തിനും ഇപ്പോൾ പത്മശ്രീ പുരസ്കാരങ്ങളും അദ്ദേഹത്തിനും ലഭിച്ചിരിക്കുന്നു. എന്തായാലും 3 മലയാളികൾ ഈ ഒരു പത്മശ്രീ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. ഇനിയും നിരവധി പത്മഭൂഷൺ, പത്മവിഭൂഷൺ അവാർഡുകൾ ഇനിയും പ്രഖ്യാപിക്കാറുണ്ട്. സിനിമാ മേഖല ഉൾപ്പെടെ എല്ലാം നിലയും ഇനി പ്രഖ്യാപിക്കാറുണ്ട്. അതിൽ എല്ലാ നിലയും മലയാളികൾ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഉറ്റുനോക്കുന്നു. ഇപ്പോൾ 34 പേരുടെ പട്ടിക, ഈ പത്മശ്രീ പുരസ്കാര പട്ടിക മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി സിനിമാ മേഖല ഉൾപ്പെടെ എല്ലാ നിലയും ഈ പട്ടിക പുറത്തു വരാനുണ്ട്. വിവിധ മേഖലകളിൽ നിന്നുള്ള ഏറ്റവും അവിടെ കഴിവ് തെളിയിച്ചതും സമൂഹത്തിന് നിരവധി ഇത്തരത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്ത ഈ വ്യക്തിത്വങ്ങൾക്കാണ് ഇത്തരത്തിലൊരു പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ നൽകുക. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 34 പേരുടെ പട്ടിക ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി മറ്റ് പുരസ്കാരങ്ങൾ കൂടി ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും. തീർച്ചയായും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്ന പത്മ പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ 34 പേർക്ക് പത്മശ്രീ ലഭിക്കുകയും അതിൽ 3 പേർ മലയാളികളാണ് എന്നുള്ളതും അഭിമാന നേട്ടം തന്നെയാണ്. തെയ്യം കലാകാരനായ നാരായണൻ EP, കഥകളി കലാകാരനായ സദനം ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ നെൽകർഷകനായ സത്യനാരായണൻ എന്നിവർക്കാണ് ഇപ്പോൾ പത്മശ്രീ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത്.